മക്കളെ, ഇന്ന് നമുക്ക് രൂരു എന്ന കഹാനിയിലെ പരീക്ഷാ ചോദ്യങ്ങൾ നോക്കാം. പരീക്ഷാ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കങ്കാരു കെ ബച്ചോं को क्या कहते हैं? കങ്കാരുവിൻ്റെ കുട്ടിയെ പറയുന്ന പേര് എന്താണ്? എന്താണ്? ജോയ്സ് എന്നാണ് കങ്കാരു കുഞ്ഞിനെ പറയുന്ന പേര്, അല്ലേ? എന്താണ്? ജോയ്സ്. ജോയ്സ് എന്നാണ് കങ്കാരു കുഞ്ഞിനെ പറയുന്ന പേര്. രണ്ടാമത്തെ ചോദ്യം, ബില്ലി കെ ബച്ചെ കോ ക്യാ കഹത്തെ ഹെ? പൂച്ചയുടെ കുഞ്ഞിനെ പറയുന്ന പേര് എന്താണ്? എന്താണ്? ബിലൗട്ട. ബിലൗട്ട എന്നാണ് പൂച്ചക്കുഞ്ഞിനെ പറയുന്നത്. ബിലൗട്ട. എന്താണ്? പൂച്ചക്കുഞ്ഞ് ബിലൗട്ട. കുത്തേ കെ ബച്ചെ കോ ക്യാ കഹത്തെ ഹെ? നായ്ക്കുട്ടിയെ പറയുന്ന പേര് എന്താണ്? പിള്ള. നായ്ക്കുട്ടിക്ക് പറയുന്ന പേരെന്താണ്? പിള്ള. അമ്മി ഉസേ രൂരു ക്യോം ബുലാത്തി തി? അമ്മ എന്തിനാണ് അവനെ രൂരു എന്ന് വിളിച്ചത്? അവനെ രൂരു എന്ന് വിളിക്കാനുള്ള കാരണം എന്ത് എന്നാണ് ചോദ്യം. എന്താണ്? ക്യോം കി വഹ് ഹമേശ രോത്താ രഹതാ താ. ക്യോം കി പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ. എന്തുകൊണ്ടെന്നാൽ വഹ് ഹമേശ രോത്താ രഹതാ, അവൻ എപ്പോഴും കരയും. ഹമേശ പറഞ്ഞാൽ എപ്പോഴും, എല്ലായ്പ്പോഴും. അവൻ എല്ലായ്പ്പോഴും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവനെ എന്ത് വിളിച്ചത്? രൂരു എന്ന് വിളിച്ചത്. ആരാണ് രൂരു എന്ന് വിളിച്ചത്? അമ്മ, അല്ലേ? രൂരു ക്യോം ഉദാസ് ഹേ? രൂരു എന്തിനാണ് ദുഃഖിച്ചത്? രൂരു ദുഃഖത്തിലായിരുന്നു. എന്താ ദുഃഖിക്കാനുള്ള കാരണം? ക്യോംകി ഉസ്കോ കോയി ദോസ്ത് നഹീ. എന്തായിരുന്നു കാരണം? ഉസ്കോ കോയി ദോസ്ത് നഹീ, അവന് ഫ്രണ്ട്സ് ഒന്നുമില്ല. അവനാരില്ല? ഫ്രണ്ട്സ് ഇല്ല. അവന് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് രൂരു ദുഃഖിച്ചത്. രൂരു അബ് ടൈം ആ ഗയാ ബച്ച, അമ്മ കിസ് ടൈം കെ ബാരെ മേ കഹത്താ ഹെ? രൂരു, ഇപ്പോൾ സമയമായി മോനെ എന്ന് പറഞ്ഞല്ലോ. അമ്മ ഏത് ടൈമിനെ കുറിച്ചാണ് പറഞ്ഞത്? ദോസ്ത് ബനാനേക്ക. എന്താ ദോസ്ത് പറഞ്ഞാല് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ദോസ്ത് ബനാനേക്ക ടൈം ആ ഗയാ. जेब से सिर बाहर निकालने पर രൂരു ने क्या देखे होंगे? ജേബ് പറഞ്ഞ കീശ. കീശയിൽ നിന്നും, അതായത് സഞ്ചി, അമ്മയുടെ സഞ്ചി, സഞ്ചിയിൽ നിന്ന് സിർ ബാഹർ നികാൽനെ പർ, തല പുറത്തേക്ക് ഇട്ടപ്പോൾ രൂരുവിനെ ക്യാ ദേക്കേ ഹോങ്കെ, രൂരു എന്തൊക്കെയാണ് കണ്ടിട്ടുണ്ടാവുക? തല പുറത്തേക്കിട്ട് നോക്കിയ രൂരു സ്തംഭിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ പഠിച്ചതാണ്, അല്ലേ? അപ്പൊ എന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ടാണ് അവൻ അത്ഭുതപ്പെട്ട് പകച്ചു നിന്നത്? എന്തൊക്കെ കാഴ്ചകളായിരുന്നു? രൂരുവിനെ ഏക്ക് ബഡീ ദുനിയാക്കോ ദേക്ക, രൂരു ഒരു വലിയ ലോകം തന്നെ കണ്ടു. ഏക്ക് സുന്ദർ ദുനിയ, ഉസ്മേ കൈ സാരേ രംഗ്, അതിലെന്തൊക്കെ ഉണ്ട്? കൈ സാരേ രംഗ്, സാരേ പല നിറത്തിലുള്ള, പല നിറങ്ങൾ, പല നിറങ്ങളുണ്ട്. ആവാസേ, പല നിറങ്ങളിലുള്ള എന്താണ് കണ്ടത്? പല നിറങ്ങളിലുള്ള പൂക്കളൊക്കെ കണ്ടു, അല്ലേ? പിന്നെ ആവാസേം, ശബ്ദങ്ങളുണ്ട്. പല മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ടു. പിന്നെ ഖുശ്ബു, സുഗന്ധം. പല നിറങ്ങൾ കണ്ടു, പല ശബ്ദങ്ങൾ കേട്ടു, സുഗന്ധം ആസ്വദിച്ചു. അത്രയും കാര്യങ്ങളാണ് രൂരു ആ ഒരു നിമിഷം, പുറത്തേക്ക് തലയിട്ട് നോക്കിയ നിമിഷം കൊണ്ട് തന്നെ രൂരുവിന് അനുഭവിക്കാനിടയായ കാര്യം. അടുത്തത്, കോൻ വഹാം ഗാന ഗാ രഹി തി? അവിടെ ആരാണ് പാട്ട് പാടിയിരുന്നത്? ഏക്ക് ചിടിയ, ഒരു പക്ഷി. ഒരു പക്ഷിയാണ് പാട്ട് പാടിയത്, അല്ലേ? അവൻ പുറത്തേക്ക് നോക്കി, പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ആരെയാണ് കണ്ടത്? ഒരു ചില്ലയിലിരുന്നിട്ട് പാട്ട് പാടുന്ന പക്ഷിയെയാണ് കണ്ടത്. കോൻ വഹാ ഗാന ഗാ രഹി തി നമ്മൾ നോക്കിയതാണ്, അല്ലേ? സാത്തി കോ ബുലാന और मिलकर घोंसला बनाना, यहाँ चिड़िया का कौन सा मनोभाव प्रकट होता है? സാത്തിക്കോ ബുലാന, കൂട്ടുകാരനെ വിളിക്കുക. അതുപോലെ തന്നെ ഒന്നിച്ചു ചേർന്ന് ഗോൻസല, കൂട് നിർമ്മിക്കുക. ഇതിൽ നിന്നും പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഏക് സാത്ത് മിൽക്കർ ലഡ്നെ കി മനോഭാവ് യഹാം പ്രകട ഹോത്താ ഹെ? ഒന്നിച്ചു നിന്ന് പൊരുതാനുള്ള മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. ചിടിയാക്കെ ബച്ചെ കൈസേ പടേ ഹുയേദേ? പക്ഷിക്കുഞ്ഞ് എങ്ങനെയാണ് കിടന്നിരുന്നത്? ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേദേ? കുട്ടി തറയിൽ അവശയായി കിടക്കുകയായിരുന്നു.
യഹാം രൂരു ചരിത്രക്ക് കോൺസി വിശേഷത പ്രകട ഹോത്താ ഹെ. ഇവിടെ രൂരുവിന്റെ സ്വഭാവത്തിന്റെ ഏത് വിശേഷതയാണ് പ്രകടമാകുന്നത്? ദൂസരോ കി മദത് കർണേക്ക് ഉൻകി വിശേഷത യഹാം പ്രകട ഹോത്താ ഹെ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവന്റെ വിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്. രൂരു ചിടിയ കെ ബച്ചോ കോ കഹാം രഗലിയ. രൂരു പക്ഷിക്കുഞ്ഞുങ്ങളെ എവിടെയാണ് വെച്ചത്? അവര് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു അല്ലേ? അപ്പൊ എവിടെയാണ് താമസിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കാണിച്ചു കൊടുത്തതെന്നാണ് ചോദ്യം. എവിടെയാണ് വെച്ചത്? അപ്പനെ അമ്മാക്കി ജേബുമ. എവിടെയാ വെച്ചത്? സ്വന്തം അമ്മയുടെ സഞ്ചിയിൽ. അമ്മാക്കി ജേബുമ, അമ്മയുടെ സഞ്ചിയിൽ. കിസ്നെ രൂരു കോ ഗാന സിഖാ ദിയ. ആരാണ് രൂരുവിനെ ഗാനം പഠിപ്പിച്ചത്? ചിടിയ, പക്ഷി. പക്ഷിയാണ് ഗാനം പഠിപ്പിച്ചത് അല്ലേ? രൂരു ചിടിയ കെ ബച്ചോ കോ അപ്പനി അമ്മാക്കി ജേബുമേ ക്യോം രഗലിയ. രൂരു പക്ഷിക്കുഞ്ഞുങ്ങളെ എന്തിനാണ് സ്വന്തം അമ്മയുടെ സഞ്ചിയിൽ കൊണ്ടുചെന്ന് വെച്ചത്? क्योंकि उसको विश्वास था कि वहां कोई ഖത്തരാ നഹീം ധ. ഇവിടെ ദ എന്നാണ്. ഖത്തരാ നഹീം ധ എന്താണ്? എന്തുകൊണ്ടെന്നാൽ അവനെ അറിയാമായിരുന്നു, അവന് വിശ്വാസം ഉണ്ടായിരുന്നു, അവിടെ യാതൊരാപത്തും ഉണ്ടാവുകയില്ല എന്ന്. ഒരാപത്തുമില്ലാതെ അവർക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുമെന്ന് അവന് അറിയാമായിരുന്നു. അന്തമേ ക്യാ രൂരു അകേല ഹെ. അവസാനം രൂരു ഒറ്റയ്ക്കാണോ? ആണോ? നെഹി, അല്ല. വഹ അകേല നെഹി, അവൻ ഒറ്റയ്ക്കല്ല. ഉസ്കെ സാത്ത് ഉസ് ചിടിയ और उसकी बच्चे भी है. അവന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ആ പക്ഷിയും പക്ഷിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. वह चिड़ियों की बगल में दुबक गया. अब वो अकेला नहीं था. उस रात रूरू क्या क्या सोचते होंगे वो एक डायरी के रूप में लिखिए. അവൻ ആ ദിവസം പക്ഷികളുടെ അരികിലായിട്ട് പതുങ്ങി ശ്രദ്ധയോടുകൂടി കിടന്നല്ലോ. ആ ദിവസം അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. ആ ദിവസം അവൻ എഴുതിയ ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആ ദിവസം എഴുതിയ ഡയറി സങ്കല്പിച്ച് എഴുതുക. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ആദ്യം തന്നെ ഡേറ്റ് കൊടുക്കണം. 5/10/2024 ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ദിവസം ഏതാണ് എന്നും കൊടുക്കാം. ഏത് ദിവസമാണെന്ന് കൊടുക്കുക, ഡേറ്റും കൊടുക്കുക. ആജ് കാ ദിൻ ഖുഷി കാ ഏക് ദിൻ ഹെ. ദിൻ ദാ എന്നാണ് കേട്ടോ. ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഹേ വെച്ചിട്ട് ഡയറി എഴുതൂല, ദാ വെച്ചിട്ടാണ് കേട്ടോ. ആജ് കാ ദിൻ ഖുഷി കാ ഏക് ദിൻ ദാ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. മുജെ കൈ ദോസ്ത് ആജ് മിലെ. എനിക്ക് ഇന്ന് പല ഫ്രണ്ട്സിനെയും ലഭിച്ചു. ചിടിയാക്കെ ബച്ചെ മേരി അമ്മാക്കി ജേബുമേ സുരക്ഷിത് ഹേ. പക്ഷി കുഞ്ഞുങ്ങൾ എൻ്റെ അമ്മയുടെ സഞ്ചിയിൽ സുരക്ഷിതരാണ്. ക്യോങ്കി ഇത്തനെ ദിൻ മേം അമ്മാക്കി ജേബുമേ സുരക്ഷിത് ഹേ. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ദിവസം ഞാൻ അമ്മയുടെ സഞ്ചിയിൽ സുരക്ഷിതനായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം അമ്മയുടെ സഞ്ചി സുരക്ഷിതമാണെന്ന് അല്ലേ? ആജ് ഹി മേം അപ്പനി അമ്മാക്കി ജേബ് സെ ബാഹർ നികൽത്താത. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സഞ്ചിയിൽ നിന്നും പുറത്തിറങ്ങിയതായിരുന്നു. उसी तरह चिड़िया के बच्चे भी जब तक उड़ने लायक नहीं हो जाते എന്നാണ് കേട്ടോ. जाते वे आराम से यहीं रह सकते हैं. അപ്രകാരം പക്ഷിക്കുഞ്ഞുങ്ങൾ എപ്പോഴാണോ ഉടനെ ലായക് പറക്കാൻ യോഗ്യരാവുന്നത്, പറക്കാൻ യോഗ്യരാവാത്ത സമയം വരെ, പറക്കാൻ യോഗ്യരാവാത്ത സമയം വരെ അവരെവിടെ ഉണ്ടാവും? എൻ്റെ അമ്മയുടെ സഞ്ചിയിൽ ആരാം സേ ഹിം രസക്തേ. അവർക്ക് ആശ്വാസത്തോടെ സമാധാനത്തോടെ സ്വസ്ഥമായിട്ട്, ആരാം എന്ന് പറഞ്ഞാൽ സ്വസ്ഥം, സ്വസ്ഥമായിട്ട് അവർക്ക് അമ്മയുടെ സഞ്ചിയിൽ താമസിക്കാൻ, രഹുസക്തേ ഹെ, രഹ് എന്ന് പറഞ്ഞാൽ താമസിക്കാൻ കഴിയും. വാസ്തവമേ ആജ്മേ ബഹുത്ത് ഖുശ് ഹൂം. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. ക്യോങ്കി ആജ്മേം അകേലാ നഹീ ഹൂം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് എന്ന് ആര് പറയാണ്? രൂരു ഡയറി എഴുതിയതാണ് അല്ലേ? ഇനി ഇതിനെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ, ഇത് ഇത്രയും പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഇതിനെ ഷോർട്ടാക്കാൻ ഞാനിങ്ങനെ അടിവരയിടുന്നത് മാത്രം പഠിച്ചാൽ മതി. ആജ് കാ ദിൻ ഖുശി കാ ഏക് ദിൻ ദാ പഠിക്കുക. ആജ് കാ ദിൻ ഖുശി കാ ഏക് ദിൻ ദാ. മുझे കൈ ദോസ്ത് ആജ് മിലെ.
चिड़िया के बच्चे मेरी अम्मा की जेब में सुरक्षित है. പിന്നെ ഇവിടെ നിന്നിട്ടാ വേ ആരാം സെ യഹീം രഹ് സക്തേ ഹെ. वास्तव में आज मैं बहुत खुश हूँ क्योंकि आज मैं अकेला नहीं हूँ. ഈ അടിവരയിട്ടത് മാത്രം പഠിക്കുക കേട്ടോ. ഷോർട്ടായിട്ട് പഠിക്കണം എന്നുള്ളവർ ഈ അടിവരയിട്ടത് മാത്രം പഠിക്കാം. ഈ ഉടനെ ലായക എന്നുള്ള ഇത് വേണ്ട, അത് നമുക്ക് വായിച്ചുതരാം. ഈ അടിവരട്ട മാത്രം. അപ്പോൾ നമുക്ക് അടിവരട്ട മാത്രം ഒന്ന് വായിച്ചു നോക്കാം. ആജ് കാ ദിൻ ഖുഷി കാ ഏക് ദിൻ. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. മുജേ കൈ ദോസ്ത് അജ്മൽ, എനിക്കിന്ന് പല ഫ്രണ്ട്സിനെ ലഭിച്ചു. ചിടിയാക്കെ ബച്ചെ മേരി അമ്മാക്കി ജേബ് സുരക്ഷിത് ഹേ. പക്ഷി കുഞ്ഞുങ്ങൾ എൻ്റെ അമ്മയുടെ സഞ്ചിയിൽ സുരക്ഷിതരാണ്. വേ ആരാംസെ യഹീ രഹ് സക്തേ. അവർക്ക് പിന്നെ സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാൻ കഴിയും. വാസ്തവമേ ആജ് മേ ബഹുത് ഖുശ് ഹൂം. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവാനാണ്. ക്യോംകി ആജ് മേ അകേലാ നഹീ ഹൂം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല. ഓക്കെ, അപ്പോൾ അത്രയും പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ അടിവരയിട്ടത് മാത്രം എഴുതിയെടുത്തിട്ട് അത്രയും പഠിക്കാൻ. നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ ഡയറി ചോദിക്കും, രൂരുവിൻ്റെ ഡയറി ചോദിക്കും. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിനോട് അടുപ്പിച്ച് തന്നെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാം. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.